പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരിയിൽ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് ലോറിയിലിടിച്ച് അപകടം. അമിത വേഗതയിൽ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെറിയത്ത് ബസിന്റെ പിൻഭാഗം ലോറിയിലിടിക്കുകയായിരുന്നു. 3 പേർക്ക് പരിക്കേറ്റു. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അതിവേഗത്തിൽ ബസ് വെട്ടിച്ചപ്പോൾ എതിരെ വരികയായിരുന്ന ലോറിയിൽ ബസിന്റെ പിൻവശം ശക്തമായി തട്ടുകയായിരുന്നു. ബീഹാർ സ്വദേശികളായ അതിഥി തൊഴിലാളികളെ വ്യാജ പോലീസ് ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തി. പണവും മൊബൈലും തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ ആദൂർ നീണ്ടൂർ മണ്ണർക്കാട് സ്വദേശികളായ 3-അംഗ സംഘം എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. ഇൻസ്പെക്ടർ എസ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതികളെയും കൃത്യത്തിനുപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കഠിന ശിക്ഷ. പാഞ്ഞാൾ സ്വദേശി ഹസന് ജീവപര്യന്ത തടവിനും 2.5 ലക്ഷം രൂപ പിഴയൊടുക്കാനും വടക്കാഞ്ചേരി പോക്സോ കോടതി വിധിച്ചു. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാനും ജഡ്ജി സുധീഷ് കുമാർ ഉത്തരവിട്ടു. സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ അടിയന്തര പ്രമേയം. 2 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശികയോടെ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കൗൺസിലിൽ രൂക്ഷമായ വാക്കേറ്റം. വാഗ്വാദങ്ങൾക്കൊടുവിൽ പ്രമേയം പാസാക്കി.